നമസ്കാരം. ML ഡീകോഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രസന്നൻ വിത്തനെ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് റോഷൻ മാത്യുവും ദർശനയും പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ മലയാളം ചിത്രമാണല്ലോ പാരഡൈസ്. തിയേറ്ററുകളിൽ നിന്ന് കാര്യമായ വിജയം നേടാതെ പോയ ചിത്രത്തിൻ്റെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ചിത്രം നാളെ ജൂലൈ 26-ന് മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യുകയാണ്. തമിഴ് ഡയറക്ടർ മണിരത്നം കൂടി പ്രൊഡ്യൂസായ ഒരു ഡ്രാമ ത്രില്ലർ ചിത്രമാണ് പാരഡൈസ്. വിനീത് കുമാർ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് ജനപ്രിയ നായകൻ ദിലീപ് പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ മലയാളം ചിത്രമാണല്ലോ കെയർടേക്കർ. തിയേറ്ററുകളിൽ നിന്ന് പ്രതീക്ഷ വിജയം നേടാതെ പോയ ഈ കോമഡി ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് നേരത്തെ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരുന്നെങ്കിലും പിന്നീട് മനോരമ മാക്സ് സ്വന്തമാക്കുകയായിരുന്നു. ചിത്രം നേരത്തെ ജൂലൈ 26-ന് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ചിത്രത്തിൻ്റെ OTT റിലീസ് മനോരമ മാക്സ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. മനോരമ മാക്സിൽ പാരഡൈസ് എന്ന ചിത്രത്തിൻ്റെ OTT റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചിത്രം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. ചിത്രം ഓഗസ്റ്റിൽ റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 28-ന് റിലീസ് ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിരുന്നല്ലോ ഏജന്റ്. തിയേറ്ററുകളിൽ നിന്ന് കാര്യമായ വിജയം നേടാതെ പോയ ചിത്രത്തിൻ്റെ ടെലിവിഷൻ റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഗുഡ്മാൻസ് ടെലിവിഷനിലൂടെ ചിത്രം ജൂലൈ 28 ഞായറാഴ്ച 8 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുകയാണ്. ശേഷം OTT റിലീസും നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രീകരണം കഴിയാത്തതിനാൽ പുഷ്പ 2-ൻ്റെ റിലീസ് ഡേറ്റ് മാറുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. എന്ന വിശദീകരണവുമായി അണിയറ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. ചിത്രീകരണം അവസാന ഘട്ടത്തിലാണെന്നും ചിത്രം ഡിസംബർ 6-ന് തന്നെ റിലീസ് ചെയ്യുമെന്നുമാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ സിനിമ റിലേറ്റഡ് വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.